ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ മൗനരാഗം സീരിയലിലെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂട്ടി രാവിലെ തന്നെ മൂപ്പന്റെ അടുത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാട്ടോ. അപ്പൊ അവര് കടത്തിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് കടത്തിലേക്ക് നമ്മുടെ കിരൺ ഇങ്ങനെ നോക്കി നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, കല്യാണി ഇത് കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വരുന്നുണ്ട് കിരണേട്ടാ. ഞാൻ ആദ്യമായിട്ട് കിരണേട്ടനെ കടത്തിയത് കിരണേട്ടന് ഓർമ്മയുണ്ടോ? ഞാനും അതന്നെ ആദ്യം ആലോചിച്ചത്. അന്ന് നീ കടത്തുന്ന സമയത്ത് ഞാൻ പേടിച്ചാ നിന്നത്. അതെ അതെ, കിരണേട്ടൻ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. അതൊക്കെ ഇപ്പോ ആലോചിച്ചു പോകുകയാണ് എന്നൊക്കെ പറയുമ്പോ തന്നെ കടത്തായിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഇതാര്? സാറോ? കിരൺ സാറല്ലേ? അപ്പൊ താരെന്നെ മറന്നിട്ടില്ലല്ലേ? കൊള്ളാം, സാർ ഇവിടുന്ന് പോയിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ സാറിനെ പോലുള്ളവരൊന്നും ഇനി ഞാൻ പെട്ടെന്ന് മറക്കില്ല എന്ന് പറയണം. പറയാൻ മറന്നു, ഇതെന്റെ ഭാര്യ കല്യാണി, ഇന്റീരിയർ വർക്കിംഗ് ഒക്കെ ചെയ്യണതാ, ഡിസൈനറാ എന്ന് പറയാണ്. നമസ്കാരം മാഡം, നമസ്കാരം. അല്ല, നിങ്ങളിപ്പോ വന്നത് കാട്ടിലേക്ക് പോരാ? കേറ് കേറ് എന്ന് പറയണം. ശേഷം കല്യാണി കിരണും കേറുന്നുണ്ട്. അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് സാർ ആരെയും അന്വേഷിച്ച് കാട്ടിലേക്ക് പോയായിരുന്നല്ലോ, അയാളെ കണ്ടായിരുന്നോ എന്ന് കടത്തണ ആള് ചോദിക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, ഇല്ലടോ, കാണാൻ സാധിച്ചില്ല. എങ്കിലേ സാറേ അയാളെ വരെ ചെന്നായി പിടിച്ച് തിന്ന് കാണുമായിരിക്കും. സാറിന് ഈ ചെന്നായ്ക്കളുടെ സ്വഭാവം അറിയാവോ? ഈ ചെന്നായ്ക്കളും വീട്ടുനായ്ക്കളും ഒരു പ്രത്യേക സ്വഭാവക്കാരാണ്, അണലിയുടെ സ്വഭാവം. പക്ഷേ സിംഹവും കടുവയൊക്കെ ഉണ്ടല്ലോ, മലമ്പാമ്പിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സർപ്പത്തിന്റെ ഒക്കെ സ്വഭാവമാണെന്ന് പറയാണ്. അതെന്താണോ ആ വ്യത്യാസം എന്ന് കിരൺ ചോദിക്കുമ്പോൾ, അത് സാറിന് അറിയില്ലേ? അണലി എന്ന് പറഞ്ഞ ഒരു കാരണമില്ലാണ്ട് നമ്മളെ കൊത്തും. അതുപോലെ തന്നെ ഈ ചെന്നായ്ക്കളും അതുപോലെ തന്നെ പേപ്പട്ടികളും ഒരു കാരണമില്ലാതെ നമ്മളെ പിടിച്ച് കടിക്കാറില്ലേ? പക്ഷേ ഈ പറഞ്ഞ രാജവമ്പാലയും അതുപോലെ തന്നെ പെരുമ്പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിലല്ലോ, അവര് നമ്മളെ പെട്ടെന്നൊന്നും കടിക്കത്തില്ല. നമ്മൾ ഉപദ്രവിക്കുമെന്ന് കണ്ടാൽ മാത്രമേ അവര് ഞങ്ങളെ കടിക്കുള്ളൂ. അത് മാത്രല്ല, കടിക്കണ മുമ്പ് നമുക്ക് ചെറിയ സൂചനയൊക്കെ അവർ തരുകയും ചെയ്യും. അതുപോലെയാണ് സിംഹവും കടുവയൊക്കെ. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും ചിരിക്കാട്ടോ. ശേഷം അവര് കാട്ടിലേക്ക് പോകുന്നുണ്ട്. അവര് കടത്തിറങ്ങുമ്പോഴേക്കും കിരൺ പൈസ എടുക്കുമ്പോ കടത്തുകാരൻ ചോദിക്കണ്ട്, അല്ല ഇതെന്താ ഭാര്യയാണ് ഭർത്താവിനെ കടത്തി നടക്കുന്നത്? സാധാരണ നേരെ തിരിച്ചാ കാണുന്നത്, ഭർത്താക്കന്മാരെ ആദ്യം ഇറങ്ങിയിട്ട് ഭാര്യമാരെ ഇറക്കാണ്. ഇവിടെ നേരെ തിരിച്ചാണല്ലോ എന്ന് ചോദിക്കുമ്പോ കിരൺ പറയണ്ട്, അതിനൊരു കാരണം ഉണ്ടോ. ഇവളുണ്ടല്ലോ, ഇവളുടെ വീടെ കടവിന്റെ അടുത്തായിരുന്നു. ഇവൾക്ക് കടത്ത് തുഴയും നീന്താനൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ പറ എന്ന് പറയണം. ഇന്ന പൈസ. അയ്യോ വേണ്ട സാറേ, സാറ് തിരിച്ചു പോകാനുള്ളതല്ലേ? അതെ, വാങ്ങിച്ചോളാം, ഞാൻ വേറെ കടമെടുക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച സാറ് വന്ന് തിരിച്ചു പോയപ്പോ എനിക്ക് എക്സ്ട്രാ എന്തോരം പൈസയാ തന്നത്. അതുകൊണ്ടിട്ട് സാറ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് വേറെ കടത്തൊന്നും എനിക്ക് കിടക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. ഞങ്ങൾ പെട്ടെന്ന് വരാട്ടോ എന്ന് കിരൺ പറയുമ്പോ, അയ്യോ സാറേ, കാടൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ വന്നാ മതി, ഒരു കുഴപ്പമില്ല. അല്ല സാറിന് ഇവിടെ ആരെങ്കിലും? വേലുവിനെ അറിയാം. വേലുവെ കഴിഞ്ഞ ദിവസം ഒരു തേൻ കൊണ്ടുവന്നായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. ആണോ? വേലുവിനെ എനിക്ക് മനസ്സിലായി, നമ്മുടെ മൂപ്പന്റെ മരുമോനാ. മൂപ്പന്റെ മോളെ കെട്ടാൻ പോണത്, അടുത്ത മൂപ്പനാവാൻ പോണത് നമ്മുടെ വേലുവാ. അത് കൊള്ളാലോ. ഈ വേലു ഒരു പാവാണ് സാറേ. അവന് അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ചു പോയതാ കാട്ടിലെ. നമ്മുടെ മൂപ്പനും മൂപ്പത്തിയാണ് അവൻ എടുത്തു വളർത്തിയത്. അന്നേ മൂപ്പന്റെ മോൾക്ക് വേണ്ടിയിട്ട് അവരെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവനായിരിക്കും കാട്ടിൽ നിന്ന് തേൻ കൊണ്ടുവന്ന് തരുന്നതല്ലേ, അവനെ മാസം തേൻ കൊണ്ടുവന്ന് പോവാറുള്ളൂ. അതുകൊണ്ടാ ചോദിച്ചത്. അതെ അതെ, അവൻ തന്നെയാ, നല്ല പയ്യനാട്ടോ. എന്നാ ശരി, സാറും മാഡം പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയാണ്. പൈസ അപ്പൊ തന്നാ മതി. ശരി എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും നടന്നു പോകുവാട്ടോ. കുറച്ചങ്ങോട്ട് പോകുമ്പോ തന്നെ വേലു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹലോ സാറേ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് വേലു ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് കിരണും കല്യാണും അതായത് കാട് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. അപ്പൊ തന്നെ വേലു രാവിലെ പല്ല് തേച്ച് കിരണിന്റെ കല്യാണം എടുത്ത് പോകാൻ വേണ്ടി റെഡി ആവാട്ടോ. അങ്ങനെ പല്ല് തേക്കുന്ന സമയത്ത് ഗംഗപ്രസാദ് അവിടുന്ന് പല്ല് തേക്കുന്നുണ്ട്. ഗംഗനെ തന്നെ നോക്കി നിൽക്കാണ് വേലു. മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവര് വരുന്ന കാര്യം ഇവനോട് പറയണ്ട, അവര് വേണമെങ്കിൽ ഇവനെ കാണട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലെന്നും ആയി, അവര് കണ്ടെന്നും ആയി എന്ന് പറഞ്ഞിട്ട് വേലു ഇങ്ങനെ ആലോചിക്കുമ്പോ ഗംഗപ്രസാദ് നോക്കുമ്പോ വേലു നോക്കിക്കൊണ്ടിരിക്കാട്ടോ. എന്തിനാടാ എന്നിങ്ങനെ നോക്കുന്നത് എന്ന് ഗംഗ ചോദിക്കുമ്പോ, ഞാൻ എന്താ നോക്കാൻ പാടില്ലേ, പല്ല് തേക്കുന്ന കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ, ഞാൻ നോക്കിയെന്നേ ഉള്ളൂ. എന്താടാ, നിന്നെ ഇവിടെയുള്ളവർക്ക് ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ എനിക്ക് നിന്നെ വിശ്വാസമില്ല. സത്യം പറയടാ, നീ നാട്ടിൽ നിന്ന് എന്തോ ഉടായ്പ കാണിച്ച് കാട്ടിൽ പൊങ്ങിയതല്ലേ? ഞാനൊരു പാവാണ് എന്ന് ഗംഗപ്രസാദ് പറയുമ്പോ, നീ പാവല്ല, പാപിയാ. നിന്റെ കള്ളത്തരമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എടാ, ഇവിടെ ചെന്നായ്ക്കള് കൂട്ടം കൂടിയിരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് എവിടെയാന്നറിയാം. നിന്നെ അവിടെ കൊണ്ടുപോയി തള്ളോടാ ഞാൻ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊല്ലും. എന്റെ പെണ്ണിന് ഇപ്പൊ എന്നെ ഒരു വിലയില്ല. മുമ്പൊക്കെ ഞാൻ കാട്ടിൽ പോയി തേൻ കൊടുത്തു വന്നാലേ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരും. അവൾ ആ ഗിഫ്റ്റ് കൊടുത്തതിനാലല്ലേ അത് കണ്ണിലൊക്കെ വെച്ച് ഉഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാറുള്ളൂ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കൊടുത്താലേ അവള് വാങ്ങിക്കത്തൂല്ല, വാങ്ങിച്ചാൽ വലിച്ചെറിയുകയും ചെയ്യും. എല്ലാത്തിനും കാരണം നീയാണ്, അവളുടെ മനസ്സ് മാറ്റിയത് നീയാണ്. എന്റെ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ,
എന്ന് പറഞ്ഞിട്ട് വേലു അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. വേലു പോകുമ്പോഴേക്കും ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കണം, നിന്നെ പെണ്ണിന് ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാടാ, എന്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട്. ആ, ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ നീ അവളെ കെട്ടി എന്റെ കുഞ്ഞിനെ നോക്കി സുഖമായിട്ട് ജീവിച്ചോടാ എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ ചിരിക്കുകയാണ് ഗംഗ. പെട്ടെന്ന് വേലു നടന്നു പോണ സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഗംഗയുടെ മുഖത്തിന്റെ ഭാവവ്യത്യാസം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. വെച്ചിട്ടുണ്ടടാ നിന്നെ എന്ന് പറഞ്ഞിട്ട് വേലു അവിടുന്ന് പോവാണ്. ശേഷം കിരണിന്റെയും കല്യാണിനെയും കാണുന്നുണ്ട് വേലു. ഹലോ സാറേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ആ, ദേ കല്യാണി, അതാ വേലു. ആ, എനിക്ക് മനസ്സിലായി, കിരണേട്ട സെൽഫി കാണിച്ചതാണല്ലോ. ഹലോ സാറേ എന്ന് പറയാണ്. ആ, ഹലോ വേലു. ആ, ദീദന്റെ ഭാര്യയാണ് കല്യാണി. നമസ്കാരം സാറമ്മേ. നമസ്കാരം. അതെ, കല്യാണി ഒരു ഡിസൈനർ ആട്ടോ. കല്യാണിക്ക് കാർഡും അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്യണ പണിയാ. അവൾക്ക് കാർഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറയാൻ അവളെയും കൂട്ടിക്കൊണ്ട് വന്നത്. അത് നന്നായി സാറമ്മേ. ഇവിടെ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാട് ആസ്വദിച്ച് നടന്ന ദൂരമൊന്നും ദൂരെയില്ല. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോടോ നിന്റെ പുരയിലേക്ക്? ആ, കുറച്ച് ദൂരമുണ്ട്. കാട് ആസ്വദിച്ച് അങ്ങോട്ട് നടന്നാൽ മതി സാറേ, ദൂരമൊന്നും അറിയില്ല. എടാ, ഞങ്ങൾക്ക് നടക്കാൻ ഇത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് എന്ന് കിരൺ പറയാണ്. പിന്നെ നിന്നെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. ഇവിടുത്തെ അടുത്ത കാട്ടുമൂപ്പൻ നീയാണല്ലേ? സാറേ, അത് ഇവിടുത്തെ മൂപ്പനും ഭാര്യയും എന്നെ എടുത്തു വളർത്തിയതാണ്. അവർക്ക് ആമക്കളില്ല. അവർക്ക് ആമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അവരായിരുന്നു അടുത്ത മൂപ്പൻ. ഇപ്പൊ അവർക്ക് ആൺമക്കളില്ല, ഒരു പെൺകുട്ടിയാ ഉള്ളത്. അതിനെ കല്യാണം കഴിക്കാൻ നമ്മുടെ നാനാ സാറേ. അമലു എന്ന പേര്. അപ്പൊ കിരൺ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അമലു. ആ, അമലു എന്താ സാറേ? അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നപ്പോഴേ ഒരു പെൺകുട്ടിനെ ഇവിടെ കണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് അമലു എന്നായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ മൂപ്പന്റെ മോളാന്ന് പറഞ്ഞു. ആണോ? അപ്പൊ സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നടാ. ഞാൻ അന്ന് എനിക്കൊരു ഫോട്ടോ കാണിച്ചില്ലേ? അയാളെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വേലു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, അമലു അപ്പോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ അവനും കാണുമല്ലോ. അപ്പൊ അവൻ ഇവര് കണ്ടില്ലേ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. എന്താ വേലു നീ ആലോചിക്കുന്നത്? കിരൺ ചോദിക്കാണ്. നിനക്കിപ്പോ ആലോചന കുറച്ച് കൂടുതലാണല്ലോ. സത്യം പറ വേലു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം തുറന്നു പറ. ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറ. നീ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ഇല്ല സാറേ. സാറ് വാ. അതെ, ഇവിടെ പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടോടാ? പേടിക്കാനൊന്നുമില്ല സാറേ, പാമ്പുകളെ പേടിക്കണം. അയ്യോ എന്ന് കല്യാണി പറയുമ്പോ, അയ്യോ അത് പേടിക്കൊന്നും വേണ്ട സാറമ്മേ, അത് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്നൊന്നും അത് നിങ്ങൾ വരത്തൊന്നുമില്ല എന്ന് പറയാണ്. ഇവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല സാറേ, അതൊക്കെ നാട്ടിലല്ലേ. നാട്ടിലെ മണ്ണും അതുപോലെ തന്നെ മരവും ഒക്കെ നശിപ്പിക്കണോണ്ടല്ലേ ദേവതകൾ പിണങ്ങി കാട് നാട് നശിപ്പിക്കണത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ കാട് സംരക്ഷിക്കണവരല്ലേ സാറേ. അതുകൊണ്ടേ നമ്മുടെ ദൈവങ്ങളൊന്നും നമ്മളെ ചതിക്കില്ല. പിന്നെ ഞങ്ങൾ ദൈവങ്ങളെ മുറുക്കെ വിളിക്കുന്ന ആൾക്കാരാ. അതുകൊണ്ട് മല ദൈവങ്ങൾ ഒരിക്കലും ഇവിടെ നന്ദികേട് കാണിക്കുന്ന ആൾക്കാരെ വെറുതെ വെച്ചേക്കില്ല സാറേ എന്ന് പറയണം. അത്ര ശക്തിയുണ്ട് മല ദൈവങ്ങൾക്ക് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും കിരൺ കല്യാണിന്റെ ചെവി പറയണ്ട, കേട്ടല്ലോ, അവനുടെ ജീവനോടുണ്ടെങ്കിലും മലദൈവങ്ങൾ അവനെ ശിക്ഷിച്ചോളും എന്നൊക്കെ കിരൺ പറയാട്ടോ. അങ്ങനെ കിരണും കല്യാണിയും നമ്മുടെ വേലുവിന്റെ കൂടെ നടന്ന് പുരയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഗംഗ ഈ ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കിരണിനെയും കല്യാണിനെയും കാണുന്നുണ്ട്. അപ്പോഴേക്കും അമലു അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ വിനായകേട്ടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഈ വെയിലും ആരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നേക്കുന്നത്? ഇത് അയാളല്ലേ? ആരാ? അപ്പൊ നമ്മുടെ ഗംഗ ചോദിക്കണ്ട, നിനക്ക് ഇയാൾ അറിയാവോ? കഴിഞ്ഞ ആവശ്യം കാട്ടിൽ വന്നിട്ട് വിനായകേട്ടന്റെ ഫോട്ടോ കാണിച്ച ആൾ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഇയാളാ. വിനായകേട്ട ഒളിച്ചു നിന്നു, അയാൾ കണ്ട പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗംഗപ്രസന്നത്ത് ഒളിച്ചു നിൽക്കാൻ പറയാണ് നമ്മുടെ അമലു കേട്ടോ. അതിനുശേഷം നമ്മുടെ കിരണയും കല്യാണിയും കൂട്ടിക്കൊണ്ട് മൂപ്പന്റെ അടുത്തേക്ക് വേലു എത്തുന്നുണ്ട്. ആ സമയത്ത് മൂപ്പന്റെ അടുത്ത് വേലു പറയുന്നുണ്ട്, മൂപ്പ ഇതാ ഞാൻ പറഞ്ഞ കിരൺ സാറും അതുപോലെ തന്നെ ഇത് കല്യാണി മാഡം, നമ്മുടെ കിരൺ സാറിന്റെ ഭാര്യയാണ്. ഇവർക്ക് കഴിഞ്ഞ ദിവസം തേൻ കൊടുത്തത്. ആ, നമസ്കാരം സാറേ, കേറി ഇരുന്നാട്ടെ എന്ന് പറയാണ്. കിരണും കല്യാണിയും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഇതൊക്കെ മതി എന്ന് കല്യാണി പറയുന്നുണ്ട്. ആ, ഇതെന്റെ ഭാര്യ കേട്ടോ. നമ്മുടെ വീടൊക്കെ വെക്കുന്ന ജോലിയാണ് പുള്ളിക്കാരത്ത് ചെയ്യണത്. ആണോ? അപ്പൊ വലിയ പണിയാണല്ലോ സാറമ്മേ. ഞങ്ങൾക്ക് ഇവിടെ ഇതാട്ടോ ഞങ്ങളുടെ വീട് എന്ന് പറയുമ്പോ കല്യാണി പറഞ്ഞിട്ട്, ഇത് നല്ല വീടാണല്ലോ, ഇത്രയും സൗകര്യങ്ങൾ തന്നെ ഒരാൾക്ക് നിൽക്കാൻ മതി. നിങ്ങൾക്ക് കാടൊക്കെ ആയിരിക്കും ഇഷ്ടം അല്ലെ? അതെ, കുടിക്കാൻ എന്താ വേണ്ടത് എന്ന് നമ്മുടെ മൂപ്പത്ത് ചോദിക്കുമ്പോഴേക്കും എന്താ വേണ്ടത് ചോദിക്കുമ്പോഴേക്കും, അയ്യോ ഒന്നും വേണോന്നില്ല എന്ന് പറയുമ്പോ മൂപ്പൻ പറയണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾക്ക് സൗകര്യങ്ങൾ കുറവാണെങ്കിലും വരുന്ന ആളെ നന്നായിട്ട് ഞങ്ങൾ സ്വീകരിക്കും. അത് ഞങ്ങളുടെ കാടിന്റെ ഒരു നിയമമാണ്. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല കേട്ടോ. നന്നായിട്ട് ആൾക്കാരെ സ്വീകരിക്കാൻ അറിയാവുന്ന ആൾക്കാരാ. അതെ, വള്ളി, ഇവരെ ചായയും നാരങ്ങ വെള്ളവും ഒക്കെ കുടിച്ച് ശീലിച്ച ആൾക്കാരല്ലേ. ഇവർക്ക് നിന്റെ കൈ വെള്ളയിൽ വെച്ചുണ്ടാക്കിയ ആ ചുക്കുകാപ്പിയല്ലേ, അത് കൊടുക്ക്, അവരൊന്ന് ഉഷാറാവട്ടെ എന്ന് പറയാണ്. ശരി, ഞങ്ങൾ ഇപ്പൊ എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് വള്ളി അകത്തേക്ക് പോവാണ്. ആ സമയത്ത് നമ്മുടെ മൂപ്പൻ പറയണ്ട്, അതെ ഇത് വെറും ചുക്കുകാപ്പി അല്ല കേട്ടോ, നിങ്ങളുടെ അവിടെ കിട്ടില്ലേ എന്താണ് നമ്മുടെ ചുക്കും അതുപോലെ കുരുമുളക് കിട്ട കാപ്പി, അങ്ങനത്തെ കാപ്പിയല്ല, ഇതിൽ കുറച്ച് നാടൻ മരുന്നുകളൊക്കെ ഇടുന്നുണ്ട്, കുടിച്ചാലല്ലേ നല്ല ഉഷാറായിട്ടിരിക്കും എന്നൊക്കെ പറയുമ്പോൾ കിരണും കല്യാണം അതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.